ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ആർക്കേടെക്സ്. എ സി ജനറേറ്റർ എന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ എ സി ജനറേറ്ററിനകത്തുള്ള കൺസ്ട്രക്ഷനും ഡെറിവേഷനും നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ ചെറിയ സമയം കൊണ്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് തുടങ്ങാം. എ സി ജനറേറ്ററിന്റെ ഡയഗ്രം നോക്കാം. എ സി ജനറേറ്ററിനകത്ത് 4 പ്രധാനപ്പെട്ട പാർട്സ് ആണുള്ളത്. സോ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട് എന്ന് പറയുന്നത് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് സപ്ലൈ ചെയ്യുന്ന ആളാണ്. ആരാണ് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്ന ആളെ നമ്മൾ ഫീൽഡ് മാഗ്നറ്റ് എന്നാണ് വിളിക്കുന്നത്. സോ നമുക്ക് ഇവിടെ കാണാം നോർത്ത് സൗത്ത് പോളുകൾ കാണാം. ഈ നോർത്ത് സൗത്ത് പോളിൽ നിന്നും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പോകുന്നത് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. എങ്ങോട്ടേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പോവുക? നമുക്കറിയാം മാഗ്നറ്റിന്റെ നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉള്ളത്. സോ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇവിടെ റെപ്രസെന്റ് ചെയ്തു. സോ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് സപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഒന്നാമത്തെ പാർട്ടിന്റെ പേരെന്താണ്? ഓർത്തു വെക്കാം, അത് ഫീൽഡ് മാഗ്നറ്റ് ആണ്. സോ ഫീൽഡ് മാഗ്നറ്റ് ഈസ് ദ ഫസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് എൻ എ സി ജനറേറ്റർ. സോ ഒരു എ സി ജനറേറ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഭാഗമായിട്ട് നമുക്ക് പറയാം അത് ഫീൽഡ് മാഗ്നറ്റ് ആണ്. രണ്ടാമതായിട്ട് നമുക്ക് കാണാം ഈ ഫീൽഡ് മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡിനിടയിൽ നമ്മളൊരു ആർമേച്ചർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ആർമേച്ചർ ആണ്. എന്താ ഈ ആർമേച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയവും ഇല്ലാതെ നിങ്ങൾ പറഞ്ഞു വെക്കണം, ഒരു സോഫ്റ്റ് അയൺ കോറിന് ചുറ്റും ഇൻസുലേറ്റഡ് കോപ്പർ വയർ വൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ ആർമേച്ചർ എന്ന് വിളിക്കുന്നത്. സോ ഈ ആർമേച്ചർ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഈ ഫീൽഡ് മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡിനിടയിലാണ്. സോ നമുക്കറിയാം ഇവിടെയുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയുള്ള മാഗ്നറ്റിക് ഫ്ലക്സാ? ഈ ആർമേച്ചർ കോയിലുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ആ ആർമേച്ചർ കോയിലിനകത്ത് EMF ജനറേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് നമ്മൾ പഠിച്ചു. കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു എന്ന് നമ്മൾ പഠിച്ചു. സോ അങ്ങനെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന കറണ്ട് അല്ലെങ്കിൽ EMF-നെ പുറത്തോട്ടേക്ക് എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന അറേഞ്ച്മെന്റിനെയാണ് സ്ലിപ്പ് റിംഗ് ആൻഡ് ബ്രഷസ് എന്ന് പറയുന്നത്. സോ ഈ എ സി ജനറേറ്ററിനകത്തുള്ള മറ്റ് 2 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഒന്ന് സ്ലിപ്പ് റിംഗ് ആണ്, മറ്റൊന്ന് ബ്രഷസ് ആണ്. എന്ത് ബ്രഷസ്? ഗ്രാഫൈറ്റ് ബ്രഷസ് ആണ്. നമ്മളിവിടെ ജസ്റ്റ് ബ്രഷസ് എന്ന് പറഞ്ഞു വെക്കുന്നു. സോ നമുക്ക് പറയാം എ സി ജനറേറ്ററിനകത്തെ 4 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അല്ലെങ്കിൽ പാർട്സ് ഏതാണ് എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾ ആൻസർ ചെയ്യണം. അത് ഫീൽഡ് മാഗ്നറ്റും ആർമേച്ചർ കോയിലും കറണ്ട് അല്ലെങ്കിൽ EMF എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള സ്ലിപ്പ് റിംഗ്സും ബ്രഷസുമാണ്. സോ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇയാളാണ് ഇവിടെയുള്ള സ്ലിപ്പ് റിംഗ്സ്. അതുപോലെ തന്നെ സ്ലിപ്പ് റിംഗ്സിൽ നിന്നും കറണ്ട് പുറത്തോട്ടേക്ക് എത്തിക്കുന്നത് ഗ്രാഫൈറ്റ് ബ്രഷസ് ആണ്. സോ ഓർത്ത് വെക്കണം പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. സോ കൺസ്ട്രക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഏതൊക്കെയാണ്? അത് ഫീൽഡ് മാഗ്നറ്റ്, ആർമേച്ചർ, സ്ലിപ്പ് റിംഗ്, ബ്രഷസ് ആണ്. ഇനി നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാണ്. നമുക്കറിയാം ഇവിടെ ഈ ആർമേച്ചറിനകത്ത് EMF ജനറേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ ആ ആർമേച്ചർ കോയിലുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന ഫ്ലക്സ് ചേഞ്ച് ചെയ്യണം. സോ ഫ്ലക്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ ആർമേച്ചർ അല്ലെങ്കിൽ ഫീൽഡ് മാഗ്നറ്റ് ഇവിടെ റൊട്ടേറ്റ് ചെയ്യണം. ഏതെങ്കിലും ഒരാൾ റൊട്ടേറ്റ് ചെയ്യണം. പ്രാക്ടിക്കൽ കേസിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം, ആർമേച്ചർ അല്ല റൊട്ടേറ്റ് ചെയ്യുന്നത്, ഫീൽഡ് മാഗ്നറ്റ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി പൊതുവെ എ സി ജനറേറ്ററിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഭാഗം ആർമേച്ചർ ആണ് എന്നാണ് പറയാറ്. മനസ്സിലാക്കി വെക്കണേ. നമ്മൾ സാധാരണ കേസിൽ പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ആർമേച്ചർ ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത് എന്ന് പറയാറുണ്ടെങ്കിലും പ്രാക്ടിക്കൽ കേസുകളിൽ പൊതുവെ ഫീൽഡ് മാഗ്നറ്റ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ ഞാൻ പറഞ്ഞു വെക്കുന്നു ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആർമേച്ചർ ഇങ്ങനെ ഒരു ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ ആർമേച്ചർ കോയിലുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന ഫ്ലക്സ് ചേഞ്ച് ചെയ്യപ്പെടും. അങ്ങനെ അവിടെ EMF ജനറേറ്റ് ചെയ്യപ്പെടും. സോ നമുക്ക് പറയാം ഇവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന EMF ഒരു ഇക്വേഷൻ ആയിട്ട് പറയാം E is equal to minus d∅ divided by dt, that is rate of change of magnetic flux. Rate of change of magnetic flux ആണ് EMF. സോ നമുക്ക് അതൊരു ഇക്വേഷൻ ആക്കി ബെട്ടിയിലാക്കി വെക്കാം. E is equal to മൈനസ് d∅ ഡിവൈഡഡ് ബൈ dt. ഇവിടെ φ എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ആണ്. സോ ഫ്ലക്സിലുള്ള ചേഞ്ച് ആണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ആണ്. ഫ്ലക്സിനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചത്? ഫ്ലക്സ് φ ഈസ് ഈക്വൽ ടു n into b dot a ആണ്. ഇവിടെ ഡോട്ട് പ്രൊഡക്റ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് മാറ്റി എഴുതാം φ ഈസ് ഈക്വൽ ടു NBA cos θ എന്ന് എഴുതി വെക്കാം. ഇവിടെ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? തീറ്റ എന്ന് പറയുന്നത് നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡും ഏരിയ വെക്ടറിനും ഇടയിലുള്ള ആംഗിൾ ആണ്. സോ ഈ ആർമേച്ചർ കോയിൽ ഫീൽഡ് മാഗ്നറ്റിന് ഇടയിൽ കിടന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ തന്നെ ആർമേച്ചർ കോയിലിന്റെ ഏരിയ വെക്ടറിനും ഇടയിലുള്ള ആംഗിൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. തീറ്റയുടെ വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ തീറ്റയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെയുള്ള ഫ്ലക്സും ചേഞ്ച് ചെയ്യപ്പെടും. അങ്ങനെ ഫ്ലക്സിലുള്ള ചേഞ്ചിന്റെ റേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് EMF കിട്ടും. സോ നമുക്കറിയാം ഇവിടെ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? തീറ്റ എന്ന് പറയുന്നത് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. മനസ്സിലാക്കി വെക്കാം.
തീറ്റ എന്ന് പറഞ്ഞാൽ അത് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ ഈ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം എടുത്താൽ നമുക്ക് ആംഗുലാർ വെലോസിറ്റി ഒമേഗ കിട്ടും, അല്ലെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ ടി ആണെന്ന് പറയാം. സോ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, ഈ കോസ് തീറ്റയ്ക്കകത്തുള്ള തീറ്റയ്ക്ക് പകരം ഒമേഗ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ ഒമേഗ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഫ്ലക്സ് ഫൈ കിട്ടും. ഫൈ ഈസ് ഈക്വൽ ടു NBA കോസ് തീറ്റയ്ക്ക് പകരം നമ്മൾ റെപ്രസെന്റ് ചെയ്തു അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കോസ് ഒമേഗ ടി. ക്ലിയർ അല്ലേ? സോ ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഇക്വേഷൻ, ഫ്ലക്സിന്റെ ഇക്വേഷൻ. ഫൈ ഈസ് ഈക്വൽ ടു NBA കോസ് ഒമേഗ ടി. ഇനി നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവാണ്. നോക്കണേ, ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു NBA കോസ് ഒമേഗ ടി ആണ് നമുക്ക് കിട്ടി. അതുപോലെ തന്നെ നമുക്കറിയാം EMF എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ആണ്, dφ ഡിവൈഡഡ് ബൈ dt ആണ്. സോ ഇവിടെ ഫ്ലക്സ് ഫൈക്ക് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ഫൈക്ക് പകരം നമ്മൾ കൊടുക്കുന്നു NBA കോസ് ഒമേഗ ടി. സോ E ഈസ് ഈക്വൽ ടു മൈനസ് d/dt ഓഫ് NBA കോസ് ഒമേഗ ടി. ഇവിടെ നമുക്കറിയാം N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ആണ്, അതുപോലെ തന്നെ B എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്, A എന്ന് പറയുന്നത് ഏരിയ വെക്ടർ ആണ്. ഇതിനകത്ത് N-ഉം B-യും A-യും കോൺസ്റ്റന്റ് ആ, കാരണം നമ്മൾ എടുത്തിരിക്കുന്ന ആർമേച്ചർ കോയിലിന്റെ ചുരുളുകൾ അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് മാറുന്നുണ്ടോ? ഇല്ല, സെയിം ആണ്. അതുപോലെ തന്നെ ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും കോൺസ്റ്റന്റ് ആണ്. സോ ഈ മൂന്ന് കോൺസ്റ്റന്റ്സിനെ നമ്മൾ പുറത്തോട്ടേക്ക് എടുക്കുന്നു. അങ്ങനെ പുറത്തോട്ടേക്ക് എടുത്താൽ നമുക്ക് കിട്ടും മൈനസ് NBA d/dt ഓഫ് കോസ് ഒമേഗ ടി എന്ന് കിട്ടും. സോ നമ്മൾ കണ്ടുപിടിച്ചു മൈനസ് NBA d/dt ഓഫ് കോസ് ഒമേഗ ടി. d/dt ഓഫ് കോസ് ഒമേഗ ടി എന്താ? പലരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കോസ് ഒമേഗ ടി, d/dt ഓഫ് കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ അത് മൈനസ് സൈൻ ഒമേഗ ടി ഇൻറ്റു ഒമേഗയാണ്. മൈനസ് സൈൻ ഒമേഗ ടി ഇൻറ്റു ഒമേഗയാണ്. അത് ഓർത്ത് വെക്കണം, ഇൻറ്റു ഒമേഗ പലരും വിട്ടുപോകാറുണ്ട്. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. EMF ഈസ് ഈക്വൽ ടു മൈനസ് NBA d/dt ഓഫ് കോസ് ഒമേഗ ടി എന്ന് പറയുന്നത് മൈനസ് സൈൻ ഒമേഗ ടി ഇൻറ്റു ഒമേഗയാണ്. മൈനസ് സൈൻ ഒമേഗ ടി ഇൻറ്റു ഒമേഗ. ഈ NBA-യും ഈ ഒമേഗയും ഒരുമിച്ചെടുത്തു. അങ്ങനെ ഒരുമിച്ചെടുത്താൽ നമുക്ക് കിട്ടും NBA ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി. അപ്പൊ മൈനസ് സൈൻ എവിടെ പോയി? ഇതാ ഇവിടെ മൈനസ് സൈൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. സോ ഈ മൈനസും മൈനസും ക്യാൻസൽ ചെയ്യപ്പെട്ട് നമുക്ക് കിട്ടും EMF ഈസ് ഈക്വൽ ടു NBA ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി. ഇവിടെ സൈൻ ഒമേഗ ടിയുടെ വാല്യൂ ഏറ്റവും മാക്സിമം കിട്ടുന്നത് സൈൻ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 1 ആകുമ്പോഴാണ്, അല്ലെങ്കിൽ 1 ആകുമ്പോഴാണ്. സോ നമുക്ക് പറയാം ഇവിടെ സൈൻ ഒമേഗ ടി എന്ന് പറയുന്നത് പ്ലസ് 1 ആകുന്ന സമയത്താണ് അയാൾക്ക് മാക്സിമം വാല്യൂ കിട്ടുന്നത്. സോ സൈൻ ഒമേഗ ടി 1 ആകുന്ന സമയത്ത് EMF ഈസ് ഈക്വൽ ടു NBA ഒമേഗ എന്ന് എഴുതാം, അല്ലെങ്കിൽ E0 എന്ന് റെപ്രസെന്റ് ചെയ്യാം. സോ ദിസ് ഇസ് ദ മാക്സിമം EMF ജനറേറ്റഡ് ഹിയർ. സോ ഇവിടെ ഏറ്റവും മാക്സിമം EMF അല്ലെങ്കിൽ NBA ഒമേഗ കിട്ടുന്നത് എപ്പോഴാണ്? സൈൻ ഒമേഗ ടി എന്ന് പറയുന്ന ടേം 1 ആകുന്ന സമയത്താണ്. സോ നമുക്ക് പറയാം ഈ ഇക്വേഷൻ നമുക്ക് മാറ്റി എഴുതാം. E ഈസ് ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി. എന്താ ഇക്വേഷൻ? E ഈസ് ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ EMF ജനറേറ്റഡ് ഇൻ an AC ജനറേറ്റർ. ഒരു AC ജനറേറ്ററിനകത്ത് ജനറേറ്റ് ചെയ്യപ്പെടുന്ന, ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMF ഇക്വേഷൻ കിട്ടി. E ഈസ് ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി. ഇവിടെ E0 എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ഓഫ് EMF ജനറേറ്റഡ് ആണ്. ഓക്കെ ആണോ? സോ ഈ ഇക്വേഷനെ ചേഞ്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറന്റ് പറഞ്ഞ ചാപ്റ്ററിനകത്ത് EMF പകരം വോൾട്ടേജ് കൊടുക്കുന്നത്. V ഈസ് ഈക്വൽ ടു E0 പകരം V0 സൈൻ ഒമേഗ ടി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ കറന്റിന്റെ ഇക്വേഷൻ പഠിച്ചു. I ഈസ് ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി എന്ന് നമ്മൾ അതുപോലെ തന്നെ പഠിച്ചു വെച്ചിട്ടുണ്ട്. സോ ഓർത്ത് വെക്കാം, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആയിക്കോട്ടെ, ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആയിക്കോട്ടെ, അതൊക്കെ സൈൻ വേവിന്റെ ഫോമിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെക്കാം. സോ കൃത്യമായും വ്യക്തമായും നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ് എന്താ? ഇവിടെ EMF ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ആ കറണ്ട് അല്ലെങ്കിൽ EMF ജനറൽ ഇക്വേഷൻ ഓർത്ത് വെക്കാം. ഈസ് ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി, where E0 is the maximum value of EMF generated. Thank you.